السلام عليكم. الحمد لله. اللهم صل على سيدنا محمد. അല്ലാഹു നമ്മളിതുവരെ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും സിയാറത്തും അതിനിടയ്ക്ക് ഖുർആൻ ഓതിയതും സ്വലാത്തുകൾ ചൊല്ലിയത് നമ്മുടെ അദ്കാറുകൾ എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതേപോലെ നമ്മൾ യാത്രയിലാണല്ലോ. യാത്രയിൽ നമ്മളിതുവരെ ജമ്മും കസറാക്കിയാണ് നിസ്കരിച്ചത്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് മറന്നു പോകും. പ്രത്യേകിച്ച് മഗ്‌രിബിന് കുറഞ്ഞ സമയം ഉണ്ടാവും. ഏറിയാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറും 10 മിനിറ്റ് സമയം ഉണ്ടാവും. അപ്പോൾ ആരും മറന്നു പോകണ്ട. ഇപ്പം തന്നെ മനസ്സിൽ കരുതുക, മഗ്‌രിബ് നിസ്കാരത്തിന് ഇശായിലേക്ക് പിന്തിച്ച് ഞാൻ ജമ്മാക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു നമ്മയും നമ്മളോട് ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നമ്മൾ ഏറ്റവും പരമമായിരിക്കുന്ന ലക്ഷ്യം ആ സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. ശാശ്വതമായി ആരും ഇവിടെ ജീവിക്കൂല. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പല ആൾക്കാരും ജീവിക്കേണ്ടതായിരുന്നു. അങ്ങനെ ജീവിക്കുമെന്ന് കരുതിയാണ് ഇഹ്റാമു മിസ്ർ അല്ലെ, ഈജിപ്തിലുള്ള പിരമിഡുകളൊക്കെ ഉണ്ടാക്കി അവിടെ കുറെ ആൾക്കാര് അന്ന് ലഭിക്കുന്ന വില കൂടിയ മരുന്നുകൾ പുരട്ടി, ശരീരം കേടുവന്നു പോകാത്ത രൂപത്തിലുള്ള മരുന്നുകളൊക്കെ പുരട്ടി, തുണിയൊക്കെ ചുറ്റി, വലിയ പാറക്കല്ലുകളൊക്കെ അടക്കി വെച്ച് അതിന്റെ ഉള്ളിലൊക്കെ അവരുടെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചത്. വീണ്ടും ജീവിക്കാൻ കഴിയും, വീണ്ടും ഇതേ ശരീരം തന്നെ ജീവിക്കണം എന്നൊക്കെ കരുതി അങ്ങനെ ചെയ്തു വെച്ച ആൾക്കാരൊക്കെ നമ്മൾക്ക് ഭൂമിയിൽ കാണാൻ കഴിയും. അവരൊക്കെ മൃതശരീരങ്ങളായി അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും മരിച്ചു പോകും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തെ ആസ്വദിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, രുചി എന്നൊക്കെയാണ് അർത്ഥം. മരണത്തെ രുചിക്കണം. ആ രുചിക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തോടു കൂടി രുചിക്കാൻ കഴിയണം, നല്ല റാഹത്തോടുകൂടി രുചിക്കാൻ കഴിയണം. അനുഗ്രഹങ്ങൾ, റഹ്മത്തിന്റെ മാലാഖമാർ വന്നുകൊണ്ട് മോനെ നിനക്ക് പോകേണ്ടുന്ന ഭവനം ഈ മനോഹരമായിരിക്കുന്ന സ്വർഗത്തിന്റെ മണിമാളികയാണെന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു തരുന്ന രൂപത്തിൽ വലിയ കറാമത്തോടുകൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുവേണ്ടിയാകണം നമ്മളെല്ലാ പ്രവർത്തനങ്ങളും. നമ്മൾ എന്ത് തന്നെ കരുതി എങ്ങനെ സമ്പാദിക്കാൻ നോക്കിയാലും എന്തൊക്കെ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയതിനപ്പുറം ഒന്നും തന്നെ ഉണ്ടാകൂല. നമ്മൾക്ക് അവൻ കണക്കാക്കിയ ഒരായുസിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് പോലും നമ്മൾ ജീവിക്കുകയില്ല എന്നുള്ളത് വളരെ പരമമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത്, അവൻ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം, മരണമെന്ന തിരശ്ശീലക്കപ്പുറമുള്ള ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ബർസഖിയായ ജീവിതം അഥവാ ഖബറിലുള്ള ജീവിതം, അത് ആഖിറത്തിൽ ആദ്യ ഭവനങ്ങളിൽപ്പെട്ട ഭവനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫമൻ നജാ ഫഖദ് നജാ. അവിടെ ആരെങ്കിലും ജയിച്ചാൽ അവനൊക്കെ വിജയിച്ചു പോയി. അവിടെ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുകയാണ്. അല്ലാഹു ഖബറിൽ വിജയിപ്പിക്കുമാറാവട്ടെ. ഖബറിൽ വലിയ സന്തോഷമുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കറിയാം, മഹത്തുക്കൾ, മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാർ, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞത്, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു പറയുന്നു, അലാ നിങ്ങൾ അറിയണം, ഇന്ന ഔലിയ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആൾക്കാർ, വലാ ഖൗഫുൻ അലൈഹിം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, അവർ ഒന്നിനെയും പേടിക്കുന്നവരല്ല,
ഒന്നിലും അവർക്ക് മുഷിപ്പില്ല. ആ പറഞ്ഞതിന്റെ ആശയം അതിന്റെ തഫ്സീറിൽ മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. അള്ളാഹുവിലേക്ക് അങ്ങ് അടുത്ത, അള്ളാഹു മതി, അല്ലാഹ് എന്നൊരു ദിക്ർ മാത്രം, ആ ഒരു ചിന്ത മാത്രം മനസ്സിൽ കയറിയ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കൊന്നും പേടിക്കേണ്ടതിൽ അവർ പേടിക്കുന്നവരല്ല, അവർക്കൊരു ദുഃഖമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ ആശയം ഇനി വരാൻ പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, മുന്നോട്ടുള്ള അവസ്ഥ, അതിലൊരു പേടി അവർക്കില്ല. വലാഹും യഹ്സനു എന്ന് പറഞ്ഞാലോ, കഴിഞ്ഞു പോയതിൽ അവർക്ക് ദുഃഖിക്കാനോ ഒന്നും ഉണ്ടാകൂല. കാരണം അത്രയും സംശുദ്ധമായിരിക്കുന്ന ജീവിതമായിരിക്കും അവർ നയിച്ചത്. അള്ളാഹു ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതമൊക്കെ മാറ്റിത്തരട്ടെ. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. എത്ര വലിയ ദോഷവും അള്ളാഹുവിന് പൊറുക്കാൻ കഴിയും. ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു ഹദീസിലൂടെ. 100 ആളെ കൊന്ന ഒരു മനുഷ്യന്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ മനുഷ്യൻ അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങി അള്ളാഹുവിലേക്ക് അങ്ങ് മടങ്ങാൻ വേണ്ടി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ദൃഢമായിരിക്കുന്ന ഒരു നിശ്ചയം അങ്ങുണ്ടായപ്പോ അദ്ദേഹം തൗബ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു തൗബ സ്വീകരിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലാക്കി എന്നാണ്. അങ്ങനെ ചില ടേണിംഗ് പോയിന്റുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുറെ തെറ്റുകളൊക്കെ ജീവിതത്തിൽ വന്നുപോയ ആൾക്കാരൊക്കെ, നമ്മൾ ആരാപ്പ തെറ്റുകളില്ലാത്തത്? മനുഷ്യന്മാരൊന്നും മഅ്സൂമികളൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ പോലെ മഹ്ഫൂലികളൊന്നും അല്ല. ഒരുപാട് തെറ്റുകൾ വരുന്ന ആൾക്കാരാണ്. അള്ളാഹു ഏറെ ദോഷങ്ങൾ പൊറുക്കുന്നവനുമാണ്. അപ്പൊ നമ്മളിങ്ങനെ നിരന്തരമായി തൗബ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കണം. ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ടിൽ കാണാം, ഓരോ ദിവസം 70 വട്ടം തൗബ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് 70 വട്ടം പറയാറുണ്ടായിരുന്നു. മറ്റൊരു ഹദീസ് കാണാം 100 വട്ടം പറയാറുണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബ് അഥവാ അള്ളാഹു ഇസ്മത്ത് നൽകിയവരാണ്. അവരിൽ തെറ്റുണ്ടാകൂല, അള്ളാഹ് കാത്തതാണ് അവരെ, പിന്നിങ്ങനെ തെറ്റുണ്ടാകാം. അങ്ങനത്തെ മഹത്തുക്കൾ നിത്യമായി ഇസ്തിഗ്ഫാർ നടത്താണ്, തൗബ ചെയ്തുകൊണ്ടേയിരിക്കാൻ. അപ്പൊ നമ്മൾ നിരന്തരം തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അള്ളാഹുവിന് ഏറ്റവും എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളോട് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ്, ഭയങ്കര മഹബ്ബത്താണ്. അതേപോലെ പരിശുദ്ധന്മാരായ ആൾക്കാരുണ്ടാവും. നല്ല ആത്മീയമായ നിലക്കുള്ള ശുദ്ധിയും ഭൗതികമായ നിലക്കുള്ള ശുദ്ധിയും, 2 നിലക്കുള്ള ശുദ്ധിയും വേണം. മുഅ്മിനീങ്ങളായ ആൾക്കാർ ശുദ്ധിയുള്ള ആൾക്കാരാണ്. എപ്പോഴും അവർ ശുദ്ധിയുള്ളവരാകണം. നമുക്കറിയാം 5 നേരം ശുദ്ധിയാക്കണം ഏറ്റവും മിനിമം മുസ്ലിമീങ്ങളായ ആൾക്കാർ. അത് ആത്മീയമായ ശുദ്ധി ഉണ്ടാകണം, 2 നിലക്കുള്ള ശുദ്ധികൾ ഉണ്ടാകണം. അള്ളാഹു 2 നിലക്കുള്ള ശുദ്ധിയും അള്ളാഹു നൽകുമാറാവട്ടെ. ഹൃദയത്തിലാണ് ഏറ്റവും നല്ല ശുദ്ധി ഉണ്ടാകേണ്ടത്. ചിലപ്പോ ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നല്ല പ്രസംഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ റിയാ, അത് ശിർക്കുൽ അസ്ഗർ ആണെന്നാണ്. ശിർക്ക് വൻ പാപമാണ്, ഏറ്റവും വലിയ പാപം ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവർക്ക് കൂടി ആരാധനയിൽ പങ്കാളിത്തം നൽകലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹിന്റെ കൂടെ വേറെ ആൾക്കാരെയും ദൈവങ്ങൾ ആരാധിക്കുക അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതി അതാണ്. അള്ളാഹ് പൊറുക്കാത്തൊരു സംഗതിയും ശിർക്കാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണെന്നാണ് ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ. അഥവാ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യാം, അല്ല മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ വലിയൊരാളാണ് അല്ലെ ഞാൻ നിസ്കരിക്കുന്നവനാണ് എന്നൊക്കെ തോന്നാൻ വേണ്ടി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ വേറുള്ള ആൾക്കാർ കാണുമ്പോൾ ലേസം നന്നാക്കി നിസ്കരിക്കുക, മറ്റുള്ളവർ കാണുമ്പോൾ ലേസം നന്നായി സലാത്തൊക്കെ ചെല്ലാം, നന്നായി ഖുർആനൊക്കെ ഓതുക, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ ശിർക്കുൽ അസ്ഗറിന്റെ ഭാഗമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാ ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ആ ആരാധനയിൽ മറ്റുള്ളവർക്ക് കൂടി പങ്കാളിത്തം കൊടുക്കാൻ. മറ്റുള്ളവർ കാണുന്ന ഒരാൾ അവർക്ക് കൂടി, അള്ളാഹനെ മാത്രമല്ല ഉദ്ദേശം, മറ്റുള്ളവർക്ക് കൂടി പങ്കാളിത്തം കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന അമലുകൾ, അതുമായി വരുന്ന ആളുകളോട് അള്ളാഹു പറയുന്നതാണ്, നീ ആർക്ക് വേണ്ടിയാണോ അമല് ചെയ്തത് അവരോട് പോയി എന്റെ കൂലി വാങ്ങിക്കോ എന്ന് അള്ളാഹു പറയുമെന്ന് ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പം ഈ നിലക്ക് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഹൃദയത്തെയും അതേപോലെ ശരീരത്തെയും പരിശുദ്ധമാക്കിയ ആൾക്കാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ.
എന്നാൽ നമ്മളെ നാട്ടിലൊക്കെ ഒന്ന് കുറെ ഔലിയാക്കന്മാരൊക്കെ കാണാം. ഇപ്പൊ അടിവാരിൽ തന്നെ കുറെ ഔലിയാക്കന്മാരുണ്ട്, വലിയ താടിയൊക്കെ വെച്ച് നടക്കുന്ന ഔലിയാക്കന്മാര്. നല്ല അടി കൊടുക്കാൻ നാട്ടിലെ ആളിലായിട്ടാണ് ശരിക്കും പറഞ്ഞാല്. അവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് അവരൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾക്കറിയാം. എന്റെ അയൽവാസിന്റെ ഒരുത്തനുണ്ട്, അവന്റെ കാര്യം എനിക്കറിയാം. അപ്പൊ ആരെയും പേരെടുത്തൊന്നും പറയല്ല. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നല്ല അറിവുള്ള ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മഹാനവർകൾ നന്നായി കിതാബ് ഓതി പഠിച്ച മഹാനാണ്. നന്നായി കിതാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകപ്പൊരുളുകൾ വ്യക്തമായി മനസ്സിലാക്കിയ മഹാനാണ്. എന്നിട്ട് ബഖിയാത്തിൽ പോയി അവിടുന്ന് വലിയ റാങ്കോടുകൂടി പാസ്സായി വന്ന് ഒരുപാട് കാലം ദർസ് നടത്തി, ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് ദർസൊക്കെ ചൊല്ലിക്കൊടുത്ത വലിയ അറിവുള്ള മഹാനാണ് അദ്ദേഹം. അങ്ങനെ ആത്മീയമായ നിലയ്ക്ക് ഉയർന്നപ്പോ വലിയ മഹാനായി തീർന്നതാണ്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഔലിയായതല്ല. ബഹുമാനപ്പെട്ട ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് അദ്ദേഹത്തെ കുറിച്ച് ഇന്നലെയൊക്കെ പരാമർശിക്കുകയുണ്ടായി. നമുക്കറിയാം, അദ്ദേഹം ബഗ്ദാദിലേക്ക് പോകുന്ന രംഗം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഉമ്മ 40 സ്വർണ്ണ നാണയം വസ്ത്രത്തിന്റെ അടിയിൽ തുന്നിക്കൊടുത്തപ്പോ അത് കള്ളന്മാർക്ക് കൊടുത്ത കഥയൊക്കെ നമ്മൾ മുഹ്യിദ്ദീൻ മാലയിലൊക്കെ കേട്ടിട്ടുണ്ട്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നെ കൊടുത്തോവർ. പഴയ കാലത്ത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മൊയ്തിമാല പാടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് എനിക്കറിയാം, എന്റെ വല്യമ്മക്കൊക്കെ അത് കാണാപ്പാടുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിന്റെ ഇടയില് വല്യമാടല്ല, വല്യമ്മന്റെ അടുത്തുനിന്ന് ഞാൻ പഠിച്ചത്. നമ്മള് പിന്നെ മൊയ്തിമാലൊക്കെ പഠിച്ചത്, അത് കേട്ട് പഠിച്ചതും നമ്മൾ ചെല്ലണ്ട, അത് കേട്ട് ഞങ്ങളും ചെല്ലണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇൻഷാ അല്ലാഹ് അവരുടെ മതമൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മ വീട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് ദൂരെയുള്ള തന്റെ നാടായ ജീലാനിൽ നിന്ന് വളരെ വിദൂരമായിരിക്കുന്ന ആലിമീങ്ങൾ നിറഞ്ഞ ബഗ്ദാദിലേക്ക് മഹാനവകൾ പഠിക്കാൻ വേണ്ടി പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ 40 സ്വർണ്ണ നാണയങ്ങൾ, സ്വർണത്തിന് വിലയുണ്ട്, അന്നും വിലയുണ്ട്, ഇന്നും വിലയുണ്ട്. അവിടെ പോയിട്ട് അവിടെ ചെലവിന് വേണ്ടി ഉപ്പയുടെ അനന്തരസ്വത്തായി കിട്ടിയത്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരിച്ചുപോയി. അദ്ദേഹം ചെറിയ കുട്ടിയായപ്പോ തന്നെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഉപ്പയുടെ അനന്തരസ്വത്തിൽ നിന്ന് കിട്ടിയത് കൊടുത്തയച്ചതാണ്. അത് നമ്മൾക്കറിയാം. അങ്ങനെ ആ കള്ളന്മാരുടെ സംഭവമൊക്കെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ അദ്ദേഹം എത്തിയപ്പോ ബഗ്ദാദിലൂടെ ഇങ്ങനെ നടന്നു. അദ്ദേഹം നടന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞ കുറേ പാവപ്പെട്ട ആൾക്കാർ. ബഗ്ദാദ് വലിയ സിറ്റിയാണല്ലോ. ഭിക്ഷയാചിച്ചും അല്ലാതെയും കഷ്ടപ്പെട്ടും ഭക്ഷണമില്ലാതെയും തെരുവിൽ ഉറങ്ങുന്ന ആൾക്കാർ. ഇത് കണ്ടപ്പോൾ വലിയ സങ്കടമായി അദ്ദേഹത്തിന്. അദ്ദേഹം എന്ത് ചെയ്യാനാ, ഉടനെ തന്നെ കയ്യിലുള്ള 40 സ്വർണ്ണ നാണയം എല്ലാവർക്കും കൊടുത്തു. പഠനകാലത്ത് ചെലവഴിക്കാൻ വേണ്ടി ഉമ്മ കൊടുത്തയച്ചതാണ്. പക്ഷെ ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് സഹിച്ചില്ല, അത് മുഴുവൻ അങ്ങ് കൊടുത്തു നോക്കുമ്പോ അദ്ദേഹത്തിന് പിന്നെ ചെലവിന് പൈസ അല്ല. എങ്ങനെ ജീവിക്കുക? ഇന്നത്തെ രൂപത്തിലൊന്നല്ല അന്നത്തെ സംവിധാനം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാൻ കഴിയായിട്ട് പുറത്തു നിൽക്കേണ്ട അവസ്ഥ വന്ന ഒരു ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാനവർകൾക്ക് പിന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാല് നേരത്തെ കണ്ട ഭിക്ഷയാചിച്ച് നടന്ന അവരെക്കാൾ വളരെ കഷ്ടപ്പെട്ട് 25 വർഷം അദ്ദേഹം അലഞ്ഞു നടന്നിട്ടുണ്ട്. പഠന സമയത്ത് വലിയ ഉസ്താദുമാരുടെ അടുക്കൽ പോയിട്ട് പഠിക്കും. പിന്നെ ഭക്ഷണമല്ല. ഇനി ഭക്ഷണം എവിടെന്നെങ്കിലും ആരെങ്കിലും കൊടുത്താലോ അതങ്ങനൊന്നും കഴിക്കില്ല. അത് പൂർണ്ണമായി ബോധ്യപ്പെടണം ഇത് ഹലാലായ മുതലാണെന്നുള്ളത്. ഇന്നലെ തങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു, ഹലാലായ മുതലിന്റെ സംഭവം ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ നബത മിനൽ ഹറാമി അങ്ങനെയാണ് തോന്നുന്നുണ്ട് ആ ഹദീസിന്റെ വാചകം ഓർമ്മ ശരിയാണെങ്കിൽ. ഹറാമിൽ നിന്ന് മുളച്ചത് അതിന് ഏറ്റവും നല്ല നരകത്ത് പോകലാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഹറാമ് തിന്ന് വളർന്നത് അത് നരകത്തിലായിരിക്കും എന്നാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ കാലം ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയൽ വളരെ പ്രയാസമുള്ള കാലാണ്. അള്ളാഹു ഹറാമിനെ തൊട്ട് നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാനവർകൾക്ക് ബോധ്യപ്പെട്ടാലേ തിന്നുള്ളൂ. അത് ഹലാലാണ്, 100% ഹലാലാണെന്ന് ബോധ്യപ്പെടാൻ. ഇനി മരിച്ചാലും തിന്നൂല ഹലാലാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്നു എന്നാണ്. യൂഫ്രട്ടീസ് നദിക്കരയിലൂടെ ഇങ്ങനെ നടന്ന് അവിടുത്തെ വെള്ളം കോരി കുടിക്കും. ചിലപ്പോ കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കും, അവിടുത്തെ ഇല പറിച്ചു നിന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് മഹാനായ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങളുടെ ഉമ്മ ബഗ്ദാദിലേക്ക് പോകുന്ന ഒരാളുടെ കയ്യിൽ 7 സ്വർണ്ണ നാണയം കൊടുത്തയച്ചു.
മകന് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ആ സ്വർണ്ണ നാണയവുമായി ബഗ്ദാദിൽ വന്നു. അബ്ദുൽ ഖാദർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാണ്, എവിടെയും കണ്ടില്ല. ബഗ്ദാദ് വലിയ സിറ്റിയാണ്. അപ്പൊ ആരെങ്കിലും ചോദിക്കും, ഇങ്ങനത്തെ ഒരാൾ പേരുള്ള ആളെ കണ്ടോന്ന് ചോദിക്കുമ്പോ ഇവിടെ കണ്ടിരുന്നു എന്നൊക്കെ പറയും. അതെങ്ങനെ അന്വേഷിച്ച് നടന്നു എന്നാണ്. കുറെ ദിവസം അന്വേഷിച്ച് നടന്നു, ഇത് കൊടുക്കണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കുള്ള പൈസ തീർന്നു പോയി, ജീവിത ചെലവിനുള്ള ഒന്നുമില്ലാതെ അദ്ദേഹം പട്ടിണിയാവുന്ന അവസ്ഥ വന്നു. ആ സമയത്താണെങ്കിലും മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം ഒന്നും ഇല്ലാതെ കുറച്ച് ദിവസം ഇങ്ങനെ അലഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് അവസാനം ഒന്നും ഒരു ഹലാലായ നിലക്കുള്ള ഭക്ഷണമൊന്നും കിട്ടാതെ അവസാനം അദ്ദേഹം വിശന്നൊട്ടി മരണത്തെ കാണുന്ന രൂപത്തിലൊരവസ്ഥ കൊടുത്തി. ഭക്ഷണമില്ലാതെ എത്രയോ ദിവസം ഭക്ഷണമില്ലാതെ അങ്ങനെ അവസാനം അദ്ദേഹം ബഗ്ദാദിൽ ഒരു പള്ളിയുടെ മൂലയിൽ കയറി കിടന്നു. അവിടെ കയറി കിടന്നു. ഇവിടുന്നായിട്ട് മരിക്കാന്ന് തീരുമാനിച്ചു. ഇങ്ങനായിട്ട് മരിക്കാനല്ലോ ഇപ്പം. അങ്ങനെ തീരുമാനിച്ച് അവിടെ കിടന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ നേരത്തെ 7 ദീനാർ കൊടുത്തയച്ച അതുമായി അദ്ദേഹം ഇങ്ങനെ തപ്പി നടന്നു. അങ്ങനെ അദ്ദേഹം എന്തായി, വല്ലാതെ പ്രയാസത്തിലായി. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, ഇതിൽ കുറച്ച് ഒരു നാണയം എടുത്ത്, അല്ലെങ്കിൽ എത്ര ആവശ്യമുള്ളത് എടുത്ത് കുറച്ച് ഭക്ഷണം വാങ്ങി കഴിക്കാം, എന്നിട്ട് നാട്ടിൽ പോയിട്ട് എന്താകാം അത് തിരിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം കുറച്ച് റൊട്ടിയും മാംസവും വാങ്ങി അങ്ങനെ അതുമായി നേരെ കയറി വന്നത്, ഭക്ഷിക്കാൻ വേണ്ടി കയറി വന്ന ഈ പള്ളിയുടെ അടുക്കലേക്കാണ്, ഈ പള്ളിയുടെ സൈഡിലേക്കാണ് വന്നത്. അങ്ങനെ അദ്ദേഹം ആ ഭക്ഷണപ്പൊതി തുറന്നു വെച്ച സമയത്ത് പള്ളിയുടെ മറ്റൊരു മൂലയിൽ ആകെ വിശന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രൂപത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ ഞരങ്ങി കിടക്കുന്നത് കണ്ടു, പ്രയാസപ്പെട്ടുകൊണ്ട്. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മനസ്സലിവ് തോന്നി. അദ്ദേഹം അദ്ദേഹത്തോട്, നിങ്ങൾക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ സന്തോഷമായി. വല്ലാതെ പ്രയാസപ്പെട്ട് ഭക്ഷണം കിട്ടല്ലേ. അങ്ങനെ കുറച്ച് ഭക്ഷണം മൂപ്പർക്ക് കൊടുത്തു. അതങ്ങനെ മുമ്പിലെത്തിയപ്പോ അതിലേക്ക് ഇങ്ങനെ കൈ നീട്ടിയപ്പോ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച്, പഠിച്ചോൻ ഇത് ഹലാലാണോ, ഇത് ഹലാലായ മുതലാണോ? മരണത്തോട് ഇങ്ങനെ മല്ലടിക്കുന്ന സമയത്ത് ഇനി അത് കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഹറാമായ ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ടവരുള്ളത്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ചോദിച്ചു, ഹലാലായ മുതലാണോ ചോദിച്ചു. ഇത് ഹലാലാണെങ്കിലേ ഞാൻ കഴിക്കൂ. അപ്പൊ മറ്റേ അപ്പുറത്തുള്ള ആള് പറഞ്ഞു, ഇത്ര ഹലാലായ ഒരു മുതല് ഉണ്ടാകൂല ഉറപ്പായിട്ടും. കാരണം ഇത് എന്റെ കയ്യിൽ തന്നത് എന്റെ നാട്ടിലുള്ള അത്രയേറെ പരിശുദ്ധയായിരിക്കുന്ന വലിയൊരു മഹദി തന്നയച്ചതാണ്. അവര് ഹലാലായതല്ലാതെ ഒന്നും അവര് ഉപയോഗിക്കുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പൂർവ്വകാലം ചരിത്രക്കാർ കുറെ പറയാണ്, ഞാൻ ആ ഭാഗമൊന്നും പറയല്ല. അത്രയേറെ സൂക്ഷ്മമായി ജീവിച്ച ഉമ്മയായിരുന്നു മഹാനായ അബ്ദുൽ ഖാദിർ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. അവരെ വിവാഹം ചെയ്യുന്ന രംഗമൊക്കെ ഉണ്ട്. വലിയ സംഭവമാണ്. അള്ളാഹു അതൊക്കെ പിന്നീട് നമുക്ക് പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ചോദിച്ചു ഹലാലാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത്രയേറെ ഒരു ഹലാലായ ഒരു മുതലുണ്ടാവില്ല എന്റെ അടുക്കല്. ഈ നാട്ടിൽ പഠിക്കാൻ വേണ്ടി അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് 7 സ്വർണ്ണ നാണയങ്ങൾ തന്നു, 7 ദീനാർ തന്നിരുന്നു. അതിന് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കുറെ അന്വേഷിച്ചിരുന്നു. കുറെ ദിവസങ്ങളായി ഞാൻ അന്വേഷിച്ചിരുന്നു. എന്റെ കയ്യിലുള്ള പൈസ തീർന്നു. അതിന് അവസാനം അതിൽ നിന്ന് എന്റെ കയ്യിൽ അതിൽ ഞാൻ എടുത്തു വാങ്ങിയത് നാട്ടിൽ പോയി തിരിച്ചു കൊടുക്കാമെന്ന നിലക്ക് അതിൽ നിന്ന് എടുത്തു വാങ്ങിയിരിക്കുന്ന റൊട്ടിയും മാംസവുമാണ് നിങ്ങൾ ധൈര്യത്തിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന അബ്ദുൽ ഖാദിർ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് എനിക്ക് കിട്ടേണ്ട മുതലാണ്. അപ്പൊ എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ഇപ്പൊ ഞാൻ ആതിഥേയനും നിങ്ങൾ അതിഥിയുമായും എന്ന് പറഞ്ഞു. അവർ രണ്ടാളും കൂടി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത്, ഈ പൈസ വാങ്ങി വെച്ചതല്ല, അത് മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ പൈസ ആവശ്യം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞേച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കാട്ടിലൂടെയും നാട്ടിലൂടെയും അല്ലാഹ് എന്ന ചിന്തയിലൂടെ ദിക്ർ ചൊല്ലി ആത്മാവിനെയും ശരീരത്തെയും പരിശീലിപ്പിച്ചെടുത്ത് നേടിയെടുത്തതാണ് ഗൗസുൽ ആളം എന്ന് പറയുന്ന വലിയ സ്ഥാനം. അതൊരു ചില്ലറ സംഗതിയൊന്നുമല്ല. നമുക്കൊന്നും ആലോചിക്കാൻ പോലും എങ്ങനെയാന്നുള്ളത് ആലോചിക്കാൻ കൂടി കഴിയില്ല. ഇതെങ്ങനായിരിക്കും എന്നുള്ളത്. ഇങ്ങനെയാണ് മഹത്തുക്കളായ ആളുകളൊക്കെ വലിയ സൂഫികളൊക്കെ ആയത്. അല്ലാതെ ഒരു താടി ഇങ്ങോട്ട് വെച്ച് തൊപ്പിയൊക്കെ ഇട്ടിങ്ങനെ നാട്ടിലൂടെ നടക്കുമ്പോഴത്തിന് ഔലിയായെങ്കിൽ നമ്മളിപ്പോ ഉണ്ടായിരുന്ന ഒരു ജോലി ഒരാളുടെ ഒരു മുലേറെ. ഞാൻ ചെന്ന സമയത്ത് മൂപ്പർക്ക് നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മൂപ്പരവിടെ പോയിട്ടോ അന്ന് നല്ല താടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വലിയ ഇങ്ങനെ ആയി. പിന്നെ മൂപ്പർക്ക് നിസ്കാരം ഒന്നും വേണ്ടാന്നൊക്കെ ആയി. അങ്ങനെ ഇപ്പൊ വലിയ ഷെയ്ഖായി താടിയൊക്കെ പഠിച്ചിങ്ങനെ ഇങ്ങനെ ഷെയ്ഖായി ഇങ്ങനെ കുത്തിരിക്കാണ് ഒരു സ്ഥലത്ത്. എന്നിട്ട് ആളുകളോടൊക്കെ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങും.
ഇതൊന്നും ഷെയ്ഖുമല്ല, തരീഖത്തുമല്ല, ഒന്നുമല്ല. ശരീഅത്ത് പൂർണ്ണമാകണം. അതേപോലെ തന്നെ ഇങ്ങനെ ശരീരത്തെ നിരന്തരം പരിശീലിപ്പിച്ചുകൊണ്ട് ആത്മാവിനെയും ശരീരത്തെയും അല്ല എന്ന ഒരു ചിന്തയിലായി പരിശീലിപ്പിച്ചെടുത്തുകൊണ്ടാണ് മഹാന്മാരായിരിക്കുന്ന മഹത്തുക്കളൊക്കെ ആ സ്ഥാനത്തെത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 800 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാനെ നമ്മളൊന്ന് അനുസ്മരിക്കാൻ. അവരെ കുതുബിയത്ത് അവരനുസ്മരിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സദ്ഖുല്ലാഹിൽ കാഹിരി റഹ്മത്തുള്ളാഹി അവരെ അനുസ്മരിച്ചുകൊണ്ട് രചിച്ചതാണ് കുതുബിയത്ത്. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ചെല്ലുകയാണ്. 11 രാവിലെ റാത്തീബ് ചെല്ലാണ്. ഞാൻ UP യിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അവിടെയുണ്ട് ഈ റാത്തീബുണ്ട്. അപ്പൊ നമ്മളൊക്കെ വിളിക്കായിരുന്നു. പ്രത്യേകം നമ്മൾ ഉസ്താദുമാരൊക്കെ റാത്തീബ് നടത്തും. അങ്ങനെ മാറിമാർ റാത്തീബ് നടത്തും. അവിടെ പറയാം ഗ്യാരബൻ ഷെരീഫ് എന്നാ പറയാ. 11 രാവിലുള്ള റാത്തീബ്. ഭക്ഷണം ഉണ്ടാക്കും, നല്ല മധുരമുള്ള ഭക്ഷണം ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് നോക്കും. എന്നിട്ട് അവിടുന്ന് റാത്തീബ് ചെല്ലും. അവിടെ തന്നെ ഭക്ഷിക്കും. അവിടെ തന്നെ ദുആ ചെയ്യുന്നൊരു പതിവ് ഉത്തരേന്ത്യയിലൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതിവിടെ മാത്രമുള്ള സംഗതി ഒന്നുമില്ല. ചില ആൾക്കാർ പറയും നമ്മുടെ നാട്ടിൽ മാത്രം ഈ നമ്മുടെ നാട്ടില് മാത്രമുള്ളതല്ല, പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അല്ലാഹു അവരുടെ മദദൊക്കെ നൽകുമാ. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത്, മഹത്തുക്കൾ അങ്ങനെ അള്ളാഹുവിലേക്ക് അല്ലാ എന്നൊരു ചിന്തയിൽ മാത്രമായി ജീവിച്ച് നേടിയെടുത്ത വലിയ മഹത്വമാണ്. അതിൽ വളരെ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് CM വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അവരുടെ മദദ് ഹിമായത്തൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ. എത്രയോ പ്രയാസപ്പെട്ട്, നമ്മൾക്കൊന്നും നേരിട്ട് കണ്ട് കൂടുതൽ അടുത്ത് പരിചയമൊന്നുമില്ല, കാരണം നമ്മളൊക്കെ ചെറുപ്പക്കാരാണല്ലോ. അദ്ദേഹം വഫാത്തായിട്ട് തന്നെ 10-30 വർഷമായി. നമ്മൾക്ക് വളരെ ചെറിയ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അദ്ദേഹം വഫാത്തായി പോയിട്ടുണ്ട്. നമ്മൾ കേട്ടറിഞ്ഞ കുറെ കാര്യങ്ങളല്ല. ഇനി വീട്ടിൽ തന്നെ അനുഭവങ്ങളുണ്ട്. എന്റെ വാപ്പൊക്കെ തന്നെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വാപ്പക്ക് എന്തോ ഒരു വലിയൊരു സിഹിർ ബാധിച്ചു പല സ്ഥലത്തും പോയി. ഒരു രക്ഷയിൽ അവരൊക്കെ അങ്ങനെ കൈ മലർത്തിയ ആ സിഹിർ വലിയ പ്രയാസം, എന്തൊക്കെയോ പ്രയാസങ്ങള്, വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസമായി ഒരു രക്ഷയുമില്ലാതെ വാപ്പ ഇടക്കിടക്ക് ഇങ്ങനെ CM വലിയുള്ളാന്റെ അടുക്കൽ പോകും. നേരത്തെ പോകാറുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഈ അണ്ടി പരിപ്പ് മൂപ്പർക്ക് നല്ല ഇഷ്ടമായിരുന്നു എന്നുണ്ട്. വീട്ടിൽ നിന്ന് അത് ചുട്ട് അത് പൊളിച്ച് അത് കൊണ്ടുപോകാറുണ്ടായിരുന്നൊക്കെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ മഹാനവരുടെ അടുക്കൽ പോയപ്പോൾ അത് ഞാൻ ബാത്തിലാക്കി എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനത്തെ പ്രശ്നം. അതേപോലെ വാപ്പയ്ക്ക് ഈ ഒരു മാംസവും തിന്നാൻ പറ്റില്ല, ഇറച്ചി ഒന്നും തിന്നാൻ പറ്റില്ല. എന്ത് തിന്നാലും ഇങ്ങനെ മേത്തിങ്ങനെ ചൊറിഞ്ഞുണ്ടാകുക, നല്ല ഛർദി വരിക, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞ പ്രാവശ്യം പോയി പറഞ്ഞു, നിങ്ങള് ഇന്ന് മുതൽ ആട്ടിറച്ചിയും അതേപോലെ കോഴിയും തിന്നോളുന്നു. അതിനുശേഷം വാപ്പയ്ക്ക് ഇതേവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അന്ന് പോയ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് ആ ഒരു അവര് ഉദ്ദേശിക്കുന്ന രൂപത്തിലാകാണ്. ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്രയോ ഇങ്ങനെ തല ജടകുത്തി റുബ്ബ ശഖ്സിൻ, അതിന്റെ ബാക്കി ഹദീസ് എനിക്ക് എന്റെ അറബി ഓർമ്മ കിട്ടുന്നില്ല. ഏതായിരുന്നാലും അശ്അസ വഅഗ്ബറ എന്നാണ് തോന്നുന്നത്. എത്രയോ തല മുടി ജടകുത്തിയ, അതേപോലെ കണ്ടാലിങ്ങനെ വൈരൂപ്പരായ അല്ലെങ്കിൽ ദരിദ്രന്മാരായൊക്കെ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ, അവരെങ്ങാനും അള്ളാനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാകുന്നു. ആ മഹാന്മാര്, അത് ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, അതാണ് ആ സംഭവിക്കുന്നത്. ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ ഒരു മുഴം അങ്ങോട്ട് എടുക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് അങ്ങനെ ലയിച്ചു ചേർന്ന് അടുത്ത മഹത്തുക്കളാണ് ഒരുപാട് മഹാന്മാർ നമ്മുടെ നാട്ടിലൊക്കെ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. അപ്പൊ അവരെ പിടിക്കലാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. കാരണം നമ്മൾക്ക് കാര്യമായിട്ട് അമലൊന്നുമില്ല, നമ്മളിങ്ങനെ ദുനിയാവിനാലോചിച്ച് ദുനിയാവിന്റെ വേക്കിൽ ഇങ്ങനെ പായാണ്. ഫുള്ള് ദുനിയാവിന്റെ വേക്കുള്ള പാച്ചിലാണ് നമുക്ക്. നമ്മളെ നാട്ടിൽ തന്നെ നമുക്കറിയാം, നമ്മളെ കുട്ടികളൊക്കെ അള്ളാഹു അവരൊക്കെ നല്ല സാലിഹ്യങ്ങളാക്കുമാറാവട്ടെ. വലിയ പേടിയുള്ളൊരു കാര്യമാണ് നമ്മളെ മക്കളെ കാര്യം എന്ന് പറഞ്ഞാൽ. ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചത്, മനുഷ്യൻ മരണപ്പെട്ടാലും അവൻ അവശേഷിക്കുന്ന 3 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ഔ വലദിൻ സാലിഹി യദ്ഉ ലഹു കാണാം.
സാലിഹീങ്ങളായ മരിച്ചുപോയാലും വാപ്പന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം എന്റെ വാപ്പക്ക് നീ പുറത്തു കൊടുക്കണേ, എന്റെ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മക്കളുണ്ടെങ്കിൽ രക്ഷയുണ്ടെന്ന് ഹബീബിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ മക്കളൊക്കെ അങ്ങനെ ആകണമെങ്കിൽ നമ്മളങ്ങനെ ആക്കണം. അല്ലാണ്ട് ഇങ്ങനെ ആകുക, മക്കളെ സാലിഹീങ്ങളായി തീരണം, സാലിഹ്യങ്ങളാകണം എന്ന് എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരിക്കും. മക്കളിലൊക്കെ മക്കൾ വലിയ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, അല്ലെങ്കിൽ അതാകണം ഇതാകണം എന്നാ ഒന്നും ഇട്ടാകില്ല, ഒന്നും ആകില്ല. കുറെ പൈസയായിട്ട് പോകുന്നല്ലാതെ ലാസ്റ്റ് ഏതെങ്കിലുമൊക്കെ പോകും, ഏതെങ്കിലും വൈക്ക് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ കാര്യമായി അവർക്ക് അവർ സാലിഹ്യങ്ങളായി തീരാൻ വേണ്ടി നമ്മൾ സാലിഹ്യങ്ങളാകണം, എന്നാലേ അവർ സാലിഹ്യങ്ങളാവുള്ളൂ. നമ്മൾ സാലിഹ്യങ്ങളാകാതെ നമ്മൾ നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കോ? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ചില ആൾക്കാരുടെ മോനെ നിസ്കരിക്കുന്ന പറയും. ചിലപ്പോൾ വാപ്പ നിസ്കരിക്കുന്ന തന്നെ ആയിരിക്കും, മക്കളോട് പറയും മോനെ നീ നിസ്കരിക്കുന്ന പറയും. അങ്ങനെ അല്ല സത്യത്തിൽ ചെയ്യേണ്ടത്. അവരെയും നമ്മോട് കൂടെ കൂട്ടിക്കൊണ്ട് നിസ്കരിപ്പിക്കാൻ വേണ്ടത്. ഉമ്മയും അങ്ങനെയാ ചെയ്യേണ്ടത്. വീട്ടിൽ നിന്ന് ഉമ്മ നിസ്കരിക്കുന്ന സമയത്ത് മകനെ കൂട്ടി വാ മോനെ നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാന്ന് പറയണം. അങ്ങനെ പരിശീലിപ്പിക്കാൻ വേണ്ടത്. അവരോട് കൽപ്പിച്ചാലൊന്നും ചിലപ്പോൾ നടക്കൂല. കൽപ്പിക്കുന്നതൊന്നും ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. നമ്മളോടൊപ്പം എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞ് കൽപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല. കൽപ്പനകളൊന്നും ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. കൂടെ കൂട്ടി അവരെ നിർവഹിപ്പിച്ച് പരിശീലിപ്പിച്ച് നന്നാക്കിയെടുക്കാൻ വേണ്ടി നിസ്കാരത്തിന്റെ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചിലപ്പോൾ നമ്മളൊക്കെ നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി നിസ്കാരം കള ആക്കി കളയും. എത്രയോ ആൾക്കാർ ചിലപ്പോൾ കല്യാണത്തിന് പോയതായിരിക്കും, വീട്ടിലെ നോമ്പറായിരിക്കും, അന്ന് മഗ്‌രിബ് നിസ്കാരം കള ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരൊറ്റ നിസ്കാരം കള ആക്കരുത്. ബഹുമാനപ്പെട്ട അല ഹസ്രത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ ഫാദിൽ ബറേവി മഹാനവറുകളുടെ ഫതാവ റസുവിയ എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമുണ്ട്. 12 വാള്യങ്ങളുള്ള 1000-ഓളം പേജുള്ള 12 വാള്യങ്ങളുള്ള അദ്ദേഹത്തിന്റെ ഫതാവകളുടെ ഒരു സമാഹാരമാണ്. അതൊരു അത്ഭുതമാണ് ആ ഫതാവ എന്ന് പറഞ്ഞാൽ. ആ ഫതാവയിൽ അദ്ദേഹം പറയുന്നത് കാണാം, നിസ്കാരത്തിന്റെ വിഷയം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്ന ഒരാളൊരു മനുഷ്യൻ ഒരു നിസ്കാരം കള ആക്കിയിട്ട് അയാൾ നിസ്കരിച്ചാൽ പോലും കള ആക്കുക എന്നൊരു തെറ്റിന്, കള അയാൾ വീട്ടി, കള ആക്കിയ നിസ്കാരം അയാൾ കള വീട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കും, ചിലപ്പോ പണിക്കൊക്കെ പോയിട്ട് നമ്മൾ നിസ്കരിക്കില്ല, ചിലപ്പോൾ ദൂരം നിസ്കരിക്കില്ല, ചിലപ്പോൾ നമ്മൾ കളാ വീട്ടുന്നുണ്ടാവും അസറിന് ശേഷം. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ആ ടൈമിന് തന്നെ നമ്മൾ നിസ്കരിക്കാൻ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഏത് പണിക്ക് പോയാലും നിസ്കരിക്കാനും കഴിയുകയും ചെയ്യും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ കൃത്യമായി നിസ്കരിക്കാൻ. അങ്ങനെ കള ആക്കുക എന്ന തെറ്റിന് 10,000-ത്തിനടുത്ത് വർഷം അയാൾ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാനവർകൾ തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു നിസ്കാരം കള ആക്കുക എന്നുള്ള തെറ്റ് അതൊരു തെറ്റാണ്. ഇനി കള ആക്കിയിട്ടത് വീട്ടാതിരിക്കൽ വേറെ തെറ്റാണ്. അങ്ങനെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞത് ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്നാണ്. കൃത്യമായി സമയം നിർണയിച്ചതാണ് നിസ്കാരം. ഓരോ നിസ്കാരം ആ സമയത്ത് തന്നെ ചെയ്യണം. ഇന്ന് തന്നെ ലോറിന്റെ സമയത്താണ് നിസ്കരിക്കേണ്ടത്, നാളെ സമയത്തല്ല നിസ്കരിക്കേണ്ടത്, അല്ലെ അസറിന് ശേഷമല്ല നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിർബന്ധാക്കിയാണ്, നിർബന്ധപൂർവം ആ സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ്. വിഷയം നമ്മൾ പറഞ്ഞു. നിസ്കാരം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ശരിക്കും നിസ്കരിച്ചാൽ മതി നമ്മൾ നന്നാകാൻ. ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുലു ഔലാദക്കും ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ വഇദാ ബലഗ 10 സിനീന ഫദ്രിബൂഹും അലൈഹാ. ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കണം എന്നാണ്. കൽപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളിങ്ങനെ ഭയങ്കര ഒച്ചട്ട് കൽപ്പിച്ചാലൊന്നും ആരും നിസ്കരിക്കുന്നില്ല. നമ്മൾ കൂടെ കൂട്ടി നിസ്കരിപ്പിച്ച് പരിശീലിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം, അതിന് ശിക്ഷ കൊടുത്ത് അവരെ നിസ്കാരം പഠിപ്പിക്കണമെന്ന് ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. എന്താണ് ആ പറഞ്ഞതിന്റെ സൂത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിസ്കാരം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ 7 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയോട് നിസ്കാരം കൽപ്പിക്കുക, അല്ലെങ്കിൽ 10 വയസ്സായി നിസ്കരിക്കാൻ അടിക്കാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അരോചകമായി തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ട് പുറത്തു നിന്നിങ്ങനെ നോക്കിക്കാണുന്ന ആൾക്കാർ, ഇസ്ലാമിൽ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ പറയും ഇസ്ലാം പ്രാകൃതമാണെന്നൊക്കെ പറയും. ഇതൊക്കെ കണ്ടിട്ട്
എന്നാൽ സത്യത്തിൽ അത് ശരിക്കും നമ്മൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ കാര്യം ഇത്ര ഗൗരവമായി പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ ചീത്ത കാര്യങ്ങളിൽ നിന്ന്, കഷ്ടകരമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്, വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന്, മോശത്തരത്തിൽ നിന്ന്, തെമ്മാടിത്തരങ്ങളിൽ നിന്ന് മനുഷ്യനെ അത് തടയും. ആ മനുഷ്യനെ നന്നാക്കി തീർക്കുന്ന കാര്യമാണ് നിസ്കാരം എന്ന്. അപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരെ, നല്ല ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുന്ന ആൾക്കാരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ പേടിച്ച് നിസ്കരിക്കുന്ന ആൾക്കാരെ, കള്ളുകുടിയന്മാരെ നമുക്ക് കാണാൻ കഴിയില്ല, അടിപിടിക്ക് പോകുന്ന ആൾക്കാരെ കാണാൻ കഴിയില്ല, പ്രശ്നക്കാരെ കാണാൻ കഴിയില്ല. അവർ നല്ലൊരു സ്വഭാവത്തിന്റെ ആൾക്കാരായിരിക്കും. കാരണം അവരെ നിസ്കാരം ഇങ്ങനെ നന്നാക്കുന്നതാണ്. അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ നന്നാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി നിസ്കരിക്കുന്നവരാക്കി നമ്മളെ മക്കളെ നോളായിട്ട് നന്നായിക്കോളൂ. ആ നിസ്കാരം അവരായിട്ട് നന്നാക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിസ്കാരം. ആ കാര്യം നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അതേപോലെ നമ്മളൊക്കെ തീരുമാനം എടുക്കണം, എൻ്റെ ഒരൊറ്റ നിസ്കാരവും കലാ ആവൂലെന്ന്. ഇനി കലാ ആയിപ്പോയ നിസ്കാരങ്ങളെ കലാ വീട്ടിയും വേണം. അത് എത്ര കൊല്ലത്താണെങ്കിലും കലാ വീട്ടണം. ഒരു രക്ഷയില്ല, കലാ വിട്ടാതെ യാതൊരു രക്ഷയില്ല. അല്ലാഹു വിടൂല. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി ഖലാ വീട്ടി അള്ളാഹുവിലേക്ക് നല്ല നിലക്ക് തൗബ ചെയ്ത് അള്ളാഹ് തൗബ സ്വീകരിക്കും. അള്ളാഹ് തൗബ സ്വീകരിക്കും. എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹുവിലേക്ക് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള തൗബയാണെങ്കിൽ, കാക്കത്തോബയാകരുത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു തൗബ മാമാങ്കങ്ങൾ തന്നെ പറയാം. ചിലപ്പോൾ റമളാനിലൊക്കെ ഉണ്ടാവും ഒരു 27 തൗബ. ശരിക്കും തൗബയുടെ ഒരൊറ്റ ഷർത്തും പാലിച്ചിട്ടുണ്ടാവില്ല. തൗബക്ക് ഒരുപാട് ഷർത്തുകളുണ്ടല്ലോ, ആ ഷർത്തുകളൊന്നും പാലിച്ചുള്ള തൗബ ഒന്നും അല്ലായിരിക്കില്ല. അതൊന്നും പാലിക്കാതെ എൻ്റെ ഒരു തൗബ നടത്തുന്നുണ്ട്. നമ്മളെ കോഴിക്കോടൊക്കെ ഉണ്ട്, ഭയങ്കര സംഭവമായിരിക്കും. അവിടെ പെണ്ണുങ്ങൾക്കൊരു തൗബ നടത്തിയാൽ അന്ന് കുറെ ആൾക്കാരുണ്ടാവും ക്ലാസ്സിന്. തൗബ ക്ലാസ് ഒന്നും അവർക്ക് കേൾക്കണ്ട. ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി തൗബ ഉണ്ടെന്ന് കേട്ടാൽ നിറച്ചു ആൾക്കാർ വരും. ഈ തൗബാട് ചെല്ലിയാൽ കൂടി അതോടുകൂടിയാണ് ദോഷം പുറത്തുനിന്നാണ്. തൗബന്റെ ഒരു ഷർത്തും പൂർണ്ണമായ നിലക്ക് ഒരു ഷർത്തും പാലിച്ചിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മിൻഹാജുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ തൗബയുടെ വിഷയം ആയത്തിൽ പറയുന്നത് കാണാം. ഞാനൊന്ന് വിശദമായി പറയല്ല. ആ ഷർത്തുകളൊക്കെ പൂർണ്ണമായി പാലിച്ച് നല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇനി ഞാൻ തെറ്റിലേക്ക് നീങ്ങൂല എന്നുള്ള നല്ല അസ്മോടുകൂടി, ഉറപ്പോടുകൂടി നല്ല നിലക്ക് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് തൗബ ചെയ്താൽ എത്ര വലിയ ദോഷവും അള്ളാഹു പൊറുക്കും. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ ഗഫൂർ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. ഗഫാറാണ്, ഗഫൂറാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു പൊറുക്കും. അള്ളാഹു പൊറുക്കാത്ത തെറ്റ് ശിർക്ക് മാത്രമാണെന്ന് ഖുർആനിൽ പറയുന്നതാണ്. ആ ശിർക്ക് ചെയ്ത ആളെങ്കിൽ അതിൽ ഖേദിച്ചു മടങ്ങി ശിർക്കിൽ നിന്നൊക്കെ ഒഴിവായി അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിച്ച് ദീനിലേക്ക് മടങ്ങി വന്നാൽ അവനും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു നമ്മളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു യാത്ര കൊണ്ട് ഇനി നമ്മളൊരു തീരുമാനത്തിലെത്തുക, എന്റെ നിസ്കാരം ഇനി മുന്നോട്ട് ഒരൊറ്റ വക്ത് പോലും ഖലാ ആകില്ല. വേറെ എന്ത് സംഗതിയാണെങ്കിലും അതൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ടാക്കണം. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തായി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന അവ്വല് വക്തിൽ നിസ്കരിക്കലാണെന്ന് ഹദീസിൽ കാണാം. അവ്വല് വക്തിലാണ് ചെയ്യേണ്ടത്. എന്നാൽ മറ്റൊരു ഹദീസിൽ തന്നെ കാണാം, ചില ആൾക്കാരുണ്ട് ഇങ്ങനെ നിസ്കാരത്തിന് ഇങ്ങനെ ജമ്മാക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പണിയൊക്കെ കഴിയുമ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയ പണിയായിരിക്കും, ഒരുപാട് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിയുമ്പോഴത്തേന് അസറാകാനാവും. എന്നിട്ട് അസറും രണ്ടും കൂടി ഒരൊറ്റ ഉളൂലായിട്ട് നിസ്കരിക്കാം. ചിലപ്പോൾ അങ്ങനെ നിസ്കരിക്കേണ്ടി വരും. ചിലപ്പോൾ രോഗികളായ ആളുകളൊക്കെ ഉണ്ടാവും, ഉള്ളു എടുക്കാനൊക്കെ പ്രയാസമുള്ള ആൾക്കാർ. ചിലപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഉള്ളു എടുക്കുന്നവരായിരിക്കും. അവരെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന അതൊരു സൗകര്യമാക്കുന്ന ആൾക്കാർ ഒറ്റ ഉള്ളുവിൽ ഇപ്പൊ രണ്ട് നിസ്കരിക്കാലോ. അതൊന്നും ശരിക്കും ആത്മാർത്ഥമായ നിലക്കുള്ള ഇബാദത്തല്ല. ഒരു ഹദീസിൽ കാണാം അങ്ങനെ ചെയ്യുന്നത് അത് വലിയ പാപമാണെന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളൊക്കെ ചെയ്യാൻ നിസ്കാരത്തിന് അതാദ്യം നിർവഹിക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്താൽ പോരെ. നമ്മൾ ബാക്കിയുള്ളതിന് പ്രാധാന്യം കൊടുക്കും. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിനായിരിക്കും പ്രാധാന്യം കൊടുക്കാം.
അങ്ങനെ ചെയ്യുന്നൊരു പതിവുണ്ട്. അത് നമ്മൾ മാറ്റിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റി ഇങ്ങനെ കൊണ്ടുവന്നാൽ മറ്റുള്ള കാര്യങ്ങളും പ്രാധാന്യത്തോടു കൂടി ചെയ്യാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഈ ഒരു യാത്രയിൽ നമുക്ക് നല്ലൊരു സന്ദേശം കിട്ടിയതാകട്ടെ നിസ്കാരം എന്നുള്ള വിഷയം. അതേപോലെ യാത്രകൾ വലിയ നല്ല അനുഭവങ്ങളാണ്. ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്നതാണ് യാത്രകൾ. നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാർ നല്ല സ്വഭാവമുള്ള ആൾക്കാരായി, നല്ലവരായി. കാരണം നല്ല അനുഭവം കിട്ടി. നമ്മളിപ്പോ ഇന്നലെ തന്നെ ഏർവാടിയിൽ പോയി. ഏർവാടിയിൽ നിന്ന് കുറേ ജീവിതങ്ങൾ നമ്മൾ കണ്ടു. അവിടുന്ന് എത്രയെത്ര ആൾക്കാര് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ എത്ര വലിയ നിഅ്മത്തിലുള്ളത്, എത്ര അനുഗ്രഹത്തിലുള്ളത്. അപ്പൊ ഞാൻ തന്നെ പറയട്ടെ, നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് അവസാനം ഉത്തർപ്രദേശിലാണ് പഠിച്ചത്. നമ്മുടെ നാട്ടിൽ കറണ്ട് ഉണ്ട്, എല്ലാ സംവിധാന സൗകര്യമുണ്ട്. അവിടെയുള്ളൊക്കെ വീടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു കക്കൂസിന്റെ അത്രയും കൂടി ഇല്ലാത്ത വീടുകൾ. അത് തന്നെ അവിടെ തന്നെ പശു ഉണ്ടാവും, മാടും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കറണ്ട് ഇല്ല, ഇതില്ല, അതില്ല. ചൂട് വന്നാൽ പെരും ചൂടാണ്, തണുപ്പാണെങ്കിൽ പെരും തണുപ്പാണ്, കൊതുകുണ്ട്, എല്ലാം ഉണ്ട്. എത്രയോ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. നമ്മൾ അതൊക്കെ കാണുമ്പോൾ അത് നമുക്ക് വലിയ മാറ്റം ഉണ്ടാകണം. നമുക്ക് കിട്ടിയ നിഅ്മത്ത് നമുക്ക് ആലോചിച്ച് നോക്കണം. അപ്പൊ അവരെക്കാൾ കൂടുതൽ നമ്മൾ ശുക്റും ചെയ്യണം, എത്രയോ ശുക്ർ ചെയ്യണം. അതിന് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ പഠിക്കുന്ന കാലത്ത് ഒരു ഈദുൽ അദ്ഹ, അത് വലിയ പെരുന്നാളിന്റെ സമയത്ത് നമുക്ക് നാട്ടിലേക്ക് വരാൻ സമയമല്ല. കുറച്ച് ദിവസം അവിടെ ലീവ് ഉണ്ടാവുള്ളൂ, 6 ദിവസം ലീവ് ഉണ്ടാവും. അപ്പൊ നാട്ടിലേക്ക് വരികയാണെങ്കിൽ 3 ദിവസം ട്രെയിനിൽ ഇങ്ങോട്ട് ഇരിക്കണം, 3 ദിവസം അങ്ങോട്ട് ഇരിക്കണം. പിന്നെ നമ്മൾ നാട്ടിൽ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ നാട്ടിൽ വരാതിരുന്നപ്പോ ഞങ്ങൾ ഡൽഹിയിൽ പോയി. അന്ന് ഡൽഹിയിൽ നിന്ന് അങ്ങനെ അവിടെ എത്തിയപ്പോ ഞങ്ങൾ പറഞ്ഞു, എന്നാലേ നമുക്ക് ഷിംല ഒക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഷിംല എന്ന് പറഞ്ഞ നാടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷിംല എന്ന് പറഞ്ഞത്? അങ്ങനെ കാണാൻ വേണ്ടി പോവുകയും, അപ്പൊ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് 100-300 കിലോമീറ്റർ അപ്പുറത്തുള്ള കൽക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ് ഗേജ് അവസാനിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മീറ്റർ ഗേജ് ട്രെയിനാണുള്ളത്, മല കയറി പോകുന്ന ട്രെയിനാണുള്ളത്. അപ്പൊ ഞങ്ങൾ ആ ട്രെയിന് ടിക്കറ്റ് എടുത്തു. അപ്പോ രാത്രിയില് 9 മണിക്കാണ് ഡൽഹിയിൽ നിന്ന് പോയത്. ഒരു 8 മണിക്ക് പോയി, ഒരു ഏകദേശം രാവിലെ 2 മണിയാകുന്ന സമയത്ത് കൽക്ക എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പൊ ഞങ്ങൾ അടുത്ത ട്രെയിനിന്റെ ടിക്കറ്റുള്ള ഉച്ചക്കാണ്. രാവിലെ ട്രെയിൻ ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചില്ല. ഉച്ചക്കുള്ള ട്രെയിനിലാണ് ഞങ്ങൾക്ക് ഷിംലയിലേക്ക് പോകേണ്ടത്. അപ്പൊ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പൊ നമ്മൾ എവിടെ പോയാലും ആദ്യം അന്വേഷിക്കുക പള്ളിയാണല്ലോ. അങ്ങനെ അവിടെ ഒരു പള്ളി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഒരു ചെറിയൊരു പള്ളിയാണ്, ചെറിയൊരു ഗ്രാമമാണ്. കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ബാക്കി അധികം ആളുകളും സിഖുകാരും അതേപോലെ തന്നെ മറ്റു മതസ്ഥരൊക്കെയാണ് അവിടെ ഉള്ളത്. ഒരു ചെറിയൊരു പള്ളി. അത് നമ്മൾ അവിടെ അന്വേഷിച്ച അടുത്തും പള്ളിയിലെത്തും ഒരു 3-3:30 ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഉസ്താദ് ഉണ്ട്. അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ട്. അദ്ദേഹം തഹജ്ജുദൊക്കെ നിസ്കരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അവിടെ പോയി പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോ നിസ്കാരം കഴിഞ്ഞാൽ പൊതുവെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനല്ലോ, ഇപ്പൊ ഭക്ഷണം വേണമല്ലോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ ഏടാന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ആ നിസ്കാരത്തിന് വന്ന ഒരാളെ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, സംസാരിച്ചു. കേരളത്തിൽ നിന്നാണ് വന്നതൊക്കെ വലിയ സന്തോഷമായി. ഇപ്പൊ ഞാൻ ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല, എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കേരളത്തിൽ വരാന്. നിങ്ങൾ ഇന്ത്യയുടെ സബ്സെ ദക്കിന്മേ രഹനെ വാല എന്നൊക്കെ പറഞ്ഞു, അവിടെ താമസിക്കുന്ന ആൾക്കാരല്ലേ, ഞങ്ങൾ ഈ തലക്കൽ താമസിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൂപ്പര് പറഞ്ഞു. മൂപ്പരോട് അവസാനം ഞാൻ ചോദിച്ചു, നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലൊക്കെ സൗകര്യം ഇവിടെ ഉള്ള വെച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ ഹോട്ടലൊക്കെ നല്ല ചെറിയൊരു ഹോട്ടലായിരിക്കും, നിങ്ങൾക്ക് അതൊന്നും ശരിയാകൂല, നിങ്ങൾ ഇന്ന് നമ്മൾ അതിഥികളാണെന്ന് പറഞ്ഞു, ഇന്നത്തെ ഭക്ഷണം ഞാൻ തരും എന്ന് പറഞ്ഞു നമ്മളോട്. ഞങ്ങൾക്ക് ഉച്ചക്കാ പാളിൽ നോക്കാൻ മൂപ്പര് റെയിൽവേ റിട്ടയർഡ് ആയ ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ റെയിൽവേയുടെ ഒരു കോളനി ഉണ്ട്, അവിടെ കുറച്ച് അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുന്നത്, അവിടെ ആയിരിക്കും മുപ്പരെ താമസം എന്നാ വിചാരിച്ചത്. അങ്ങനെ മുപ്പര പറഞ്ഞു, നിങ്ങൾ അതിഥികളാണ്, ഇന്നത്തെ ഭക്ഷണം ഞാൻ തരും, നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്, 3-4 ആളുകളുണ്ട്. ഞങ്ങളെ കൂട്ടി അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഇവിടെ അടുത്താന്ന് വിചാരിച്ച് അങ്ങനെ നടന്നിങ്ങനെ പോയിക്കുമ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അയാൾ പള്ളിയിൽ വരുന്നത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിറക്കാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒളു എടുക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിട്ടാണ് ഒളു എടുക്കുന്നത്, ഗ്യാസ് വെച്ച് ചൂടാക്കിയിട്ടാണ് ഒളു എടുക്കുന്നത്. അടുത്ത വെള്ളത്തിൽ ഒളു എടുക്കാനാവില്ല, തണുപ്പ് കാരണം. അത്രയും ദൂരം നിന്ന് മുപ്പര് ജമാഅത്തിന് അവിടെ നിസ്കാരത്തിന് വരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഈമാൻ. ഒരാൾ മാത്രമല്ല, അങ്ങനെ തന്നെ വന്നവരായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആ പള്ളിയിൽ ഒരു 10-15 ആൾക്കാർ അന്ന് സുബഹിക്ക് ജമാഅത്തിന് വന്നിട്ടുണ്ട്. പള്ളിയിൽ ജമാഅത്തിന് വരികയാണ്. അതിനോട് പോയി ഭക്ഷണമൊക്കെ ഉണ്ടായി തന്നു. പിന്നെ ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാനുള്ള ഭക്ഷണവും അദ്ദേഹം തന്നു. അള്ളാഹു അദ്ദേഹത്തിനൊക്കെ നല്ല സന്തോഷ റാഹത്തൊക്കെ കൊടുക്കുമാറാവട്ടെ. പിന്നീട് എൻ്റെ വിവാഹം ഉണ്ടായ സമയത്ത് ഞാൻ വിളിക്കുകയൊക്കെ ചെയ്ത് വരാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് എന്തോ പ്രയാസം ഉണ്ടായിട്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങനെ ബന്ധപ്പെടലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പള്ളിയിൽ വന്ന്
നിസ്കരിക്കുന്ന ആൾക്കാർ. നമ്മൾ തൊട്ടടുത്ത് പള്ളിയിലുണ്ടാവും, പള്ളിയുണ്ട്, പാങ്ക് കൊടുക്കുന്നത് നമ്മൾക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല. അതൊന്നാമത്തത് നമ്മളെ ഈമാനിന്റെ ബലഹീനതയാണ്. അപ്പൊ നമ്മൾ കഴിയുന്നതും പള്ളിയിൽ പോകണം. ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാം, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നവർ പള്ളിയിലെ നിസ്കാരമുള്ളൂ എന്നാണ് പറഞ്ഞത്. പള്ളിയുടെ അയൽപ്പക്കം എന്ന് പറഞ്ഞാല് അയൽപ്പക്കം ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ദിശയിലേക്ക് 40 വീടാണ്. ഒരു പള്ളിന്റെ 4 വശത്തും 40 വീടാണ്, 160 വീടുണ്ടാവും. അതിൻ്റെ ഇടയിൽ പള്ളി ഇല്ലാത്ത ഒരാളും നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. ശരിക്ക് ഒരു പള്ളിയിൽ ജമാഅത്തിന് എല്ലാവരും വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജമാഅത്തുണ്ടാവും സുബഹി നിസ്കാരത്തിനായിരിക്കും. കാരണം എല്ലാവരും പുരലുണ്ടാവും. അപ്പൊ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നിസ്കാരം എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി നമ്മുടെ ജീവിതത്തിലെടുത്താൽ നമ്മളും നന്നാവും, നമ്മളെ മക്കളും നന്നാവും, നമ്മളെ പരമ്പരയും നന്നാവും. നഹ്മദുല്ലാഹ المجيب كل دعوات لنا لا لنا رب سواه إنه البر العلي ربنا صل وسلم على أحمد الهادي وآل والصحابي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. نحن ندعو ربنا الكريم في توسل واستغاثة بقرة عيننا مدبور ولي قد رجونا النصر والفتوح في أمورنا يما في أمرنا بجاهكم مدبور ولي لا إله لا إله إلا الله لا إله إلا الله محمد. إننا نأتي إليكم للإزاحة ما بنا شدة ثم فتن يا شيخنا مدبور ولي ليس خسران لمن أتى إليكم طالبا بل بمطلوب له قد فاز يدبور ولي لا إله إلا الله لا إله إلا الله محمد. كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن مارد أذهبا ونجنا يا قطبنا مغفور ولي لا إله كم كروبات كشفتم عن هزيل نائه فاكشفن الردايا شيخنا مدبور ولي فرجن اللذا وكل ما يعيبنا في الدنيا وفي المعاد شيخنا مدبور ولي لا
لا إله كنت كيفا حاميا لمن أتاكم لاجئا كنت فينا ناصرا يدي مدبور ولي أعطنا منك اللغى كل حولنا صب فينا الأمن منكم شيخنا مدبور ولي لا إله أنت أستاذ لنا أم شيخنا فما لنا منهما اللهم إلنا إلى مولنا وارحمنا دائما شيخنا مدور ولي لا إله لا إله إلا الله لا إله إلا الله محمد رسول الله دنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدعو ولي لا عظيما وسرورا إذ يجي ملك الموت بحق شيخنا مدعو ولي لا إله لا إله إلا الله لا إله إلا الله محمد رسول الله لمن سلامنا من اللعين وشره حال فرقة روحنا بل اسعدنا بالولي شرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدبور ولي إلا الله لا إله إلا الله لا إله إلا الله محمد وفقنا لجواب المالكين بالرضا كلنا رحماننا بشيخنا مدبور ولي رب سلم هذه المتعنق القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي رب صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من وجلي لا إله لا إله إلا الله لا إله إلا الله അല്ലാഹു തആല നമ്മുടെ യാത്ര സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചൊല്ലിയതും പറഞ്ഞതൊക്കെ അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. സിയം വലിയുല്ലാഹി തങ്ങളുടെ മഹാനവറുകളുടെ ആണ്ടിൻ്റെ സമയമായതുകൊണ്ട് കേരളക്കരയിലുള്ള അതുപോലെ കർണാടകയിലൊക്കെ ഉള്ള മുസ്ലിമീങ്ങൾക്ക് സിയം വലിയുല്ലാനെ വളരെ കൂടുതൽ പരിചയമാണ്. പ്രത്യേകിച്ച് ആണ്ടിൻ്റെ സമയമായതുകൊണ്ട്
കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ആണ്ട് നടക്കുന്നുണ്ട്. മഹാനവറുകളുടെ കറാമത്തുകളും അവിടുത്തെ ജീവിതവും ഒക്കെ എല്ലാ ആളുകളും മനസ്സിലാക്കിയതുമാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് ജീവിതത്തിൽ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധന നടത്തുകയും അള്ളാഹ് എന്നുള്ള ഒരു ചിന്ത മാത്രം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതിലങ്ങ് ലയിച്ചു പോവുകയും ചെയ്ത ഒരു മഹാനാണ് CM വലിയുല്ലാ. وسلم وإلى مرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين وأهل الخير كلهم أجمعين إلى حضرة سيدنا محمد أبي بكر المعدوري قدس الله سره الذي ولات آبائنا وأجدادنا حليما معطوا منا ولجميع المؤمنين والمؤمنات كلهم أجمعين. الفاتحة. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضد لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون.
والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع الذين محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم فامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلن تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلكم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وظللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. ഇനി മഹാനായ സയ്യിദ് വലിയുള്ളാഹിന്റെ മേലുള്ള ഒരു തവസ്സുലിനെ ബൈത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ലാസ്റ്റ്
ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് ആ എത്തിന്റെ ലാസ്റ്റ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മദഹ്തു الشيخ يا ربي بفضل منك يا ربي رجعت شفاء من سقمي بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله قليل العلم والهيل كثير الذنب والجهل لعل الله يغفر لي بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وخلصنا من الحسد عن الفجار والفسق ودمر كل ذي همك بحق شيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وطهرنا من الهبات وفزعنا من الكربات ونزهنا من الشبهات بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وطول عمر لا خير وبلغ حج لا يسرا وسهل أمر لا عسرا بحق شيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وعقلا كاملا تاما وفهما وافيا كرما وجمع مع العظما بحق شيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وطبب سكرة الموت وأحسن على الآتي وبعد كل آفات بحق الشيخ
مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله آمنا من الفزع وسلمنا من الجزع وطهرنا من البدع بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ونجينا من السهر وأين كل ذي شر وضعف كان من فقر بحق الشيخ مدبولي صلاة سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وجنبنا من الرعيل أزل عنا من الشيل وثبتنا على الدين بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي حفظ لنا سهوة ونسيانا قضى وجرا وهبنا آتنا علما بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله عبدك المدني كثير الهم والحزن وخلصنا من الفطن بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين فيا رب اغفرا ذنبي وأمي والدي حبي وأستاذ مع صحبي بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب ومدعي وصماع وحراء وقراء وأولاد وأزواج بحق الشيخ مدبولي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب وصل على النبي الهادي
وآل كل أصحاب وطباء إلى الأبد وقد الشيخ مدبوري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الله تعالى മഹാനായ സീയം വലിയുള്ളാഹിയുടെ പേരിൽ നമ്മൾ ചെല്ലിയ മൗലിദ് മഹാനവരുടെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ തിരുനോട്ടം നമ്മുടെ ഈ ബസ്സിലും നമ്മുടെ കുടുംബത്തിലും നമ്മളിലും നമ്മുടെ കൽവിലും അള്ളാഹു ഓശാരമായി ഇട്ടു തരുമാറാവട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സിയാറത്ത് അള്ളാഹു കബൂൽ ചെയ്ത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾക്ക് നീക്കിത്തന്ന് നമ്മുടെ ഖൈറായ മുറാദുകളൊക്കെ ഹാസിലായി സ്വാലിഹ്യങ്ങളായി ജീവിച്ച് മുഅ്മിനീങ്ങളായി മരിക്കാൻ ഭാഗ്യമുള്ളവരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ സകല പ്രവർത്തനങ്ങളും ഖാലിഖായ റബ്ബിന്റെ തൃപ്തിക്കും അവിടുത്തെ ഇലക്കും വേണ്ടി മാത്രമുള്ള പ്രവർത്തനങ്ങളായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഏതെങ്കിലും സന്ദർഭത്തിൽ വല്ലവരുടെ റിയാകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഖാലിഖായ റബ്ബ് മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നമുക്കത് പുറത്തു തന്ന് അഫ്വ് തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഷീർ ഉസ്താദ് നല്ലൊരു ദുആ ആദ്യം കുറച്ച് അറബിയിൽ പിന്നെ മലയാളത്തിൽ നല്ലോണം ദ്വാരക്കും. അല്ലാഹു അവർക്കും നമുക്കൊക്കെ ആഫിയത്ത് ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ അസ്രമം ഇസ്മായി രാവിലെ മുതൽ മൈക്കെടുത്തതാണ്. നമുക്ക് വേണ്ടി വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഓരോ മസാറയിലെത്തുമ്പോൾ അവരുടെ മദ്ഹുകളും അവർക്കുള്ള പ്രത്യേകതകളൊക്കെ പറഞ്ഞ് അല്ലാഹു അതൊക്കെ കബൂലാക്കട്ടെ. അവരെയും നമ്മയൊക്കെ നമ്മുടെ കുടുംബത്തെ അവരുടെ കുടുംബത്തൊക്കെ നാളെ ഇതിനേക്കാളും സന്തോഷത്തോടെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജിവാറിൽ അവിടുത്തെ ലിവാഹിന്റെ കീഴിൽ അസ്ഹാബുൽ ബദരീങ്ങളെ ഖാദിമീങ്ങളായി ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുആകളൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ ബദരിയ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ ഇൻഷാ അല്ലാഹ് ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങാനുള്ള ഒരു ആഗ്രഹമുണ്ട്. 10 സെന്റ് സ്ഥലം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ശവ്വാലിന് സീയം വലിയുള്ളാന്റെ ആണ്ടും കുറ്റിയടി കർമ്മവും തറക്കല്ലിടലൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ വെള്ളിയാഴ്ച രാവുകളിൽ നമ്മുടെ ക്ലാസ്സുകൾ ദുആകൾ മറ്റു ഉസ്താദുമാരെ തിങ്കളാഴ്ചയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എല്ലാവരും അത് കേട്ട് അങ്ങും ഇങ്ങും പരസ്പരം സഹകരിച്ച് സഹായിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. മാസത്തിൽ ഇൻഷാ അല്ലാഹ് മുഹിയുദ്ദീൻ റാത്തീബ് ഉണ്ടാവലുണ്ട് 13-ാം രാവിലെ, 17-ാം രാവിലെ ഖുതുബിയത്തും സഹാബുൽ ബദരീങ്ങളും മദർ മൗലിദും ഉണ്ടാവല്. അങ്ങനെ ഓരോ പരിപാടികൾ ഇൻഷാ അല്ലാഹ് സിഎമ്മിന്റെ നേർച്ച ഉണ്ടാവും. നിങ്ങളൊക്കെ അറിഞ്ഞാൽ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഒക്കെ നമുക്ക് ആഖിറത്തിലേക്കുള്ള പ്രവർത്തനമാക്കി തരട്ടെ. ദുനിയാവ് അക്ഷരമാണല്ലോ. ദുനിയാവിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയോ ഉള്ള പ്രവർത്തകരിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്താതെ നിൽക്കട്ടെ. ഉള്ള പ്രവർത്തനം മുഴുവനും മഹാന്മാരൊക്കെ പ്രവർത്തിച്ചതുപോലെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ ഭാഗ്യമുള്ളവരിൽ നമ്മെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് സിയം വലിയുള്ളാന്റെ ഒക്കെ ഹക്ക് കൊണ്ട് മറ്റേ നമ്മൾ സിയാറത്ത് ചെയ്ത സകല മശായിഖന്മാരുടെ ഔലിയാക്കളെ ശുഹദാക്കളൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. റബ്ബിന്റെ നൂറ് കൊണ്ട് അല്ലാഹു നമ്മുടെ കൽബിനെ പ്രകാശിപ്പിച്ചു തരട്ടെ. എല്ലാ കിബറിൽ നിന്നും റിയായിൽ നിന്നും വേണ്ടാത്ത ചിന്തകളിൽ നിന്നും ആലോചനകളിൽ നിന്നും നമ്മുടെയും നമ്മുടെ മക്കളെയൊക്കെ കൽബിനെ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. تسبيح لنا. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وأن أهل بلدنا ثم الناقي والداء القامي والوباء القاطع. اللهم أوصل وبلغ مثل صواب ما قرأناه هدية منا إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والمرسلين وإلى حضرات أصحابه البدريين والعهديين وجميع الصحابة والقرابة كلهم يا رب العالمين. اللهم وإلى حضرات جميع أولياء الله تعالى من مشارق الأرض إلى مغاربها خاصة إلى حضرة شيخنا وملاذنا الشيخ ولي الله السيام المدوري قدس الله سره العزيز. اللهم حافظ علينا من فيوضاته وامدنا بمدده واحمنا بحمايته وانصرنا بنصرته. اللهم وإلى حضرات من ماتوا من آبائنا وأمهاتنا ومن ماتوا من أقاربنا وإلى حضرات من فارقوا في حياتنا من أحبابنا وأساتذتنا يا رب العالمين. اللهم اجعل قبورنا وقبورهم روضات من رياض الجنان ولا تجعل قبورنا وقبورهم حفرات من نفر النيران. اللهم إن كانوا محسنين فزد في حسناتهم وإن كانوا مسيئين وتجاوز عن سيئاتهم. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم لا تعذبنا ولا تعذبهم في قبورنا وقبورهم وإن كانوا معذبين في القبور فارفع العذاب عنهم في هذه الساعة يا رب العالمين بحقوق هؤلاء الشرفاء الكرماء العظماء المذكورين خصوصا ببركة وبجاه سيد المرسلين وبحق من علمتهم. يسر لنا أمورنا مع الراحة في قلوبنا والسلامة والعافية في ديننا ودنيانا وأخرانا يا رب العالمين. اللهم طهر قلوبنا من الشرك والرياء وزين ألسنتنا بالذكر والثناء. اللهم وفقنا لمرضاتك وثبتنا على دينك وطاعتك يا ذا الجلال والإكرام. اللهم إنا نسألك أن تجعل في جميع أمورنا فرجا ومخرجا من حيث لا نحتسب. اللهم عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. اللهم إنا نسألك إيمانا يباشر قلوبنا ويقينا صادقا حتى نعلم أنه لا يصيبنا إلا ما كتبت لنا. متعنا إلى وجهك الكريم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم إنا نسألك أن تبارك لنا في تعلمنا وفي تعليمنا وفي تدريسنا وفي سائر أمور معادنا ومعاشنا. اللهم بارك لنا في كسبنا وفي تجاراتنا وفي زروعنا وفي جميع معاملاتنا.
سكناتنا كما باركت على عبادك الصالحين اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا أديته ولا سحرا إلا أبطلته ولا عدوا إلا دمرته ولا فسادا إلا أصلحته ولا مرضا إلا شفيته ولا مريضا إلا عافيته ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاحا إلا قضيتها ويسرت طرقها وأسبابها اللهم نفر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن صرارنا واشغل بالاعتبار أفكارنا اللهم إنا نسألك أن تجعل في جميع أمورنا فرجا ومخرجا من حيث لا نحتسب اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اجعل جمنا هذا جما مرحوما وتفرقنا من بعده تفرقا معصوما لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما أرحم الراحماയ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ ഈ യാത്ര നീ കബൂലാക്കണം റഹ്മാനെ ഞങ്ങളെ എല്ലാ ഔലിയാക്കളുടെയും മസാറുകൾ സന്ദർശിച്ച് മടങ്ങുകയാണ് ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണം റഹ്മാനെ അവരുടെ മദത് കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ ഇനിയും ഒരുപാട് തവണ ഇതുപോലെയുള്ള മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാനുള്ള അവസരം തരണം റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതായ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾക്കൊരു ഫതഹ് നൽകണം റഹ്മാനെ രോഗങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാനെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരണം റഹ്മാനെ പ്രയാസങ്ങൾ പരിഹരിച്ചു തരണം റഹ്മാനെ നിന്റെ മഹത്തുക്കളോടുള്ള സുഹബത്ത് കാരണം രക്ഷപ്പെട്ടവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ മഹത്തുക്കളോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ ഞങ്ങളെ ഈമാന് വർദ്ധനവ് തരണം റഹ്മാനെ ഈമാൻ തെറ്റുന്ന ഒരു സെക്കൻഡ് സമയം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ല റഹ്മാനെ റബ്ബേ നിന്റെ ലിഖാഇന് പറ്റുന്ന ജീവിതവും മൗത്തും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ഒരുപാട് നല്ല കാര്യത്തിന് തൗഫീഖുകൾ തന്നനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളുടെ തഅല്ലുമിലും തഅലീമിലും തദ്രീസിലും ഞങ്ങളെ മറ്റെല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നൽകണം റഹ്മാനെ ഭാര്യമാരിലും മക്കളിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ ഖൈറായ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് അവസരവും മനസ്സും നൽകണം റഹ്മാനെ ഞങ്ങളെ മനസ്സിലുള്ള നീറുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകണം റഹ്മാനെ ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ് നല്ല മരണം നൽകണേ അല്ലാഹ് ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ് അതിന് തടസ്സമായ വല്ല കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലോ പ്രവർത്തനത്തിലോ ഉണ്ടെങ്കിൽ അതൊക്കെയും തിരുത്തി നല്ല ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകണേ അല്ലാഹ് ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ് സിയം വലിയല്ലാഹി തങ്ങളുടെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അവരുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അല്ലാഹുവേ മഹത്തുക്കളുടെ എല്ലാ സമയത്തും മഹത്തുക്കളോടുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആക്കി തരണേ റഹ്മാനെ നല്ല പഠിക്കുന്ന മക്കളുണ്ട് അവർക്ക് നല്ല അഖലും ഫഹമും നൽകണം റഹ്മാനെ നല്ല ബുദ്ധിശക്തി നൽകണം റഹ്മാനെ പഠനം മുഴുവനും ദീനിന് ഉപകരിക്കുന്ന പഠനങ്ങളാക്കി മാറ്റണം റഹ്മാനെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ പഠനങ്ങളും ദീനിന് ഉപകരിക്കുന്ന രീതിയിലാക്കി മാറ്റാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ കീറിമുറിക്കുന്ന അവസ്ഥയിലുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ അത്തരത്തിലുള്ള രോഗവും നൽകല്ല റഹ്മാനെ നിന്നെ മറന്നു പോകുന്ന നിലക്കുള്ള ദാരിദ്ര്യം നൽകല്ലേ അല്ലാഹ് ആ നിലക്കുള്ള ഐശ്വര്യവും നൽകല്ലേ അല്ലാഹ് ഞങ്ങൾക്ക് തന്ന സമ്പത്തൊക്കെയും നിന്റെ തൃപ്തിയിലായി ചെലവഴിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ഞങ്ങൾ ചെയ്തതൊക്കെയും നീ കബൂലാക്കണം റഹ്മാനെ
واجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما റബ്ബേ ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും മരിച്ച് ഖബറിലാണ് അവരെ ഖബറിൽ ഞങ്ങൾ ചെയ്തതിന്റെ ഒക്കെ മിഥില് തവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് വല്ല അദാബും പ്രയാസങ്ങളും അവരെ ഖബറിൽ ഈ സമയത്ത് നേരിടുന്നെങ്കിൽ ഈ സമയത്ത് തന്നെ നീ അത് ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ് പകരം സ്വർഗീയമായ നിഅമത്തുകൾ കൊണ്ട് അവർക്ക് നീ നല്ല അനുഭൂതി നൽകണം റഹ്മാനെ ഖബറിന്റെ ഇടുക്കത്തെ തൊട്ടും ഇരുട്ടിനെ തൊട്ടും അവരെ ഖബറിനെയും ഞങ്ങളെ ഖബറിനെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ ഞങ്ങളെ അമലുകളൊക്കെയും ഖബറിൽ വെളിച്ചമാക്കി തരണം റഹ്മാനെ റിയാഉള്ള അമലിനെ തൊട്ട് കാക്കണേ റഹ്മാനെ കിബ്റിനെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങളെ അമല് ബാത്തിലാക്കി പോകുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات آتنا في الدنيا حسنة وفي الآخرة تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم